നോക്കുമ്പോ ഇതൊക്കെയാ കാണുന്നത്. में आए हम ഈ ഡോക്ടർ ചാണകത്തിലൊക്കെ കയറി ഇറങ്ങിയതാ. ഈ ചാണകം തല വെക്കും. और ये गोबर की कटोरा उठाकर सर पे रखता था. ഇതെല്ലാം ഒഴുകി മുഖത്തും വായിക്കാതൊക്കെ അങ്ങ് വീഴും. Of God comes upon me. जब मैं प्रभु का संतान होकर जीता हूँ, प्रभु के अधिकार मेरे ऊपर आता है. എന്റെ പപ്പ ഒരു കൃഷിക്കാരനാണ്. मेरा पापा एक किसान था. അപ്പൊ ഞങ്ങൾക്ക് ഈ ആൾക്കാരെ കണ്ടത്തിലും കരയിലുമായിട്ട് ജോലി ചെയ്യാൻ എന്റെ കൊച്ചിലെ മുതൽ ഞാൻ കണ്ടുവന്നു. बचपन से मेरी हमारी फील्ड में हम मजदूरों को देखे हैं. അപ്പൊ അങ്ങനെ വരുമ്പോ ഞങ്ങൾ അവധിക്കൊക്കെ കോളേജെല്ലാം കഴിഞ്ഞ് അവധിക്കൊക്കെ നാട്ടിൽ ചെല്ലുമ്പോ और जब हम अब अपने कॉलेज को हॉलीडेज में हम जब घर आते हैं, പപ്പ കുറെ കൊന്നാലി കണ്ടത്തിലോട്ട് ഇറക്കാൻ കുറെ ആൾക്കാർ ജോലിക്ക് ആൾക്കാരും കന്നലിലായിട്ടൊക്കെ ഇറങ്ങും. और मेरा पिता सुबह ही बहुत मजदूरों के साथ काम करने के लिए खेत में जाते हैं. ആ കൂട്ടത്തിൽ ഞങ്ങളെ വിളിക്കുമായിരുന്നു. और वो हमें बोलता है कि हमारे मेरे साथ आओ. ഇറങ്ങിയിടാറുണ്ടാലേ और हमसे बोलते थे निकल आ जा खेत में. ഞങ്ങളൊക്കെ ഗൾഫിൽ വളർന്ന പിള്ളേരാ. और हम लोग तो गल्फ में उत्पन्न हुए थे. ഈ ചീച്ചി കണ്ടതിലൊന്നും ഞങ്ങൾ കാലിട്ടിട്ടില്ല. और हम गंदगी में देखा भी नहीं, छुआ भी नहीं अभी तक. പപ്പ ഇറങ്ങടാന്നാ പറഞ്ഞത്. और पापा ने कहा निकल आ खेत में. അപ്പൊ ഞങ്ങൾ ഉറങ്ങിക്കിടക്കുന്ന കുറച്ച് കയ്യിലൊക്കെ മുറുക്കി കെട്ടി ഞങ്ങൾ കണ്ടത്തിലായിരുന്നു. तो हम चादर के नीचे से निकलकर हम खेत में बहुत निकल आते हैं. അങ്ങനത്തെ കാളക്കൂട്ടാണെന്ന് അറിഞ്ഞൂടാ. और हम काम नहीं जानते. അറിയാൻ വയ്യാത്ത കാര്യങ്ങളൊക്കെ പഠിച്ചോളാനാ പറഞ്ഞത്. और पिता ने कहा कि जो तुम आता नहीं है खेत में जाकर पढ़ो. അങ്ങനെ കടലിൽ ഇറങ്ങി കിടക്കാൻ തുടങ്ങി. और हम लोग खेत में जाकर मेहनत करने लगे. ജോലിക്കാരൻ ചില ദിവസങ്ങൾ വരാത്ത ദിവസങ്ങളുണ്ടായിരുന്നു. कुछ दिन में कुछ मजदूर लोग आते ही नहीं है काम के लिए. ഞങ്ങൾ നല്ലോണം രാവിലെ കിടന്ന് ഉറങ്ങുമ്പോ അവധികാരമല്ലേ കോളേജിൽ വന്ന സമയം. तो कॉलेज से जब छुट्टी मिलते हैं सुबह 10 बजे तक हम सो जाते हैं चादर के नीचे. ഉറങ്ങി കിടക്കുന്ന സമയത്ത് പപ്പയുടെ ശബ്ദം കേൾക്കും. എഴുന്നേൽക്കണമായിരുന്നു. और खेत से पिता की आवाज आता है उठ के खेत में आ जा. അന്ന് ഞങ്ങൾ മെഡിക്കൽ കോളേജിൽ പഠിക്കുന്ന കാലമാണ്. और तब तो हम मेडिकल कॉलेज में पढ़ रहे थे डॉक्टरी के लिए. അപ്പൊ ഞങ്ങളുടെ പപ്പയുടെ ശബ്ദം കേൾക്കുമ്പോഴേ ചാടി എഴുന്നേക്കും. और पापा की आवाज सुनते ही हम जिंदा हो जाते थे. കാരണം ഞങ്ങൾ പ്രസ്ഥാനത്തിലല്ലായിരുന്നു, ഞങ്ങൾ ഒരു കുടുംബത്തിലായിരുന്നു. क्योंकि वो संस्था नहीं है, वो परिवार है. ഹല്ലേലൂയ. हालेलुया. പ്രസ്ഥാനത്തിലാണെങ്കിൽ കൂലി ചോദിക്കാം. और संस्था में है तो हम मजदूरी मांगते हैं. കുടുംബത്തിലാണെങ്കിൽ ഒന്നും ചോദിക്കാൻ ഒക്കത്തില്ല. परिवार में है तो कुछ पूछ नहीं सकते हम. അവിടെ കൂലിക്കല്ല വേല. और परिवार में मजदूरी के लिए काम नहीं करते അവിടെ हैं. പുത്രനായും ഉണ്ടോ വേല. आप बेटा है इसलिए आपके ऊपर जिम्मेदारी दी गई है. ഹല്ലേലൂയ. हालेलुया. പക്വത പ്രാപിച്ച ഒരു വേല ചെയ്യുന്നത് കൂലിക്കല്ല. हालेलुया. परिपक्व संतान मेहनत करते हैं मजदूरी के लिए नहीं. സ്വർഗത്തിലെ അപ്പച്ചന്റെ പുത്രന്മാരായവരാണ് വേലക്കിറങ്ങുന്നത്. स्वर्गीय पिता के बेटे हैं इसलिए मजदूर के लिए निकला है. ഹല്ലേലൂയ. हालेलुया. ഹല്ലേലൂയ. हालेलुया. ഒരു ആ ദിവസം ഞാനും എന്റെ ചേട്ടനും ഇവിടെ ഇറങ്ങി. तो मेरा बड़ा भाई दोनों हम खेत में निकल आए. എന്റെ ചേട്ടനാണ് ചെറിയ കൃഷിക്കാരനൊക്കെ. അപ്പോൾ വലിയ ഡോക്ടർ പക്ഷേ കൃഷിയൊക്കെ ഇഷ്ടം. और मेरा बड़ा भाई डॉक्टर भी है और किसी का किसानी का कुछ जानते हैं. എന്റെ ബ്രദർ സാധാരണ ഡോക്ടർ അല്ല, ഒത്തിരി ഡിഗ്രി ഉള്ള और ഡോക്ടറാണ്. मेरा बड़ा भाई बहुत सारी डिग्री है डॉक्टरी में. MBBS കഴിഞ്ഞ് उसका MBBS हो गया है. MS ഓർത്തോ ചെന്നൈ മെഡിക്കൽ കോളേജിൽ നിന്ന് കഴിഞ്ഞു. MS ऑर्थो चेन्नई मेडिकल कॉलेज से किया. പിന്നെ DNB ഓർത്തോ പാർട്ട് 1 എടുത്ത് പാർട്ട് 2 വിട്ടു. DNB ऑर्थो लिया और मजा नहीं आया तो छोड़ दिया उसको. പ്ലാസ്റ്റിക് സർജറിക്ക് അഡ്മിഷൻ കിട്ടി, ചേർന്നില്ല. प्लास्टिक सर्जरी के लिए एडमिशन मिला लेकिन मजा नहीं आया इसलिए छोड़ दिया. ന്യൂറോ സർജറിക്ക് അഡ്മിഷൻ കിട്ടി, ചേർന്നില്ല. न्यूरो सर्जरी के लिए एडमिशन मिला उसे भी छोड़ दिया. ഇംഗ്ലണ്ടിൽ പോയി FRCS സർജറി പഠിച്ചു. इंग्लैंड गया FRCS सर्जरी पढ़ा. അപ്പൊ ഓർത്തോ കഴിഞ്ഞ് സർജനുമായി. तो ऑर्थोपेडिक्स के बाद सर्जन भी बने. അത് കഴിഞ്ഞ് ഇംഗ്ലണ്ടിൽ നിന്ന് FRCS ഓർത്തോ കഴിഞ്ഞു. और वहां पर FRCS ऑर्थो भी किया. വലിയ പഠിപ്പുള്ളവരാ. बहुत सारे ज्ञान है उसमें. അത് കഴിഞ്ഞ് MRC ജനറൽ പ്രാക്ടീസും കഴിഞ്ഞു. उसके बाद MRC जनरल प्रैक्टिस भी किया. ഇവിടെ 1ഉം 2ഉം മാസ്റ്റർ ഡിഗ്രി ഉണ്ട് ഞെളിഞ്ഞ് നടക്കും ആൾക്കാർ. बहुत सारे लोग 1-2 डिग्री होते हुए ऐसे सीधा फैल कर चलते हैं. ചേട്ടനാണ് 4 മാസ്റ്റേഴ്സ് ഡിഗ്രിയാണ്. मेरे भाई को 4 डिग्री है. അപ്പച്ചന്റെ വിളി കേട്ടാൽ ചാടി അവനേക്കും കാട്ടിലില്ല. लेकिन पापा बुलाए खेत में निकला बोलेगा तो तुरंत निकल आएगा वो. ഹല്ലേലൂയ. हालेलुया. നിന്റെ ഡിഗ്രി അല്ല സ്വർഗത്തിലെ ദൈവം നോക്കുന്നത്. हालेलुया. प्रभु आपकी ज्ञान कितना बड़ा है वो नहीं देख रहा. നിന്റെ ഡിഗ്രിക്ക് പഠിപ്പിക്കാൻ വിട്ട അപ്പച്ചൻ തന്നെയാണ്. और तूने भेजा जो पढ़ाई के लिए और फीस दिया तेरा बाप था. വിളി കേട്ടാൽ ഇറങ്ങുന്നവനാണ് മക്കൾ. हालेलुया. अगर पिता का आवाज सुना निकलने वाला संतान है. ബാക്കിയെല്ലാം പ്രസ്ഥാനക്കാരാ. तो बाकी सब मजदूर है संस्था के. പ്രസ്ഥാനക്കാർ അന്ന് വൈകിട്ട് കൂലി മേടിച്ചങ്ങ് വീട്ടിൽ പോവും. मजदूर लोग शाम से पैसे मांगकर घर जाएंगे.
കണ്ടതില് और खेत में चाय लेके आते हैं मेरी बहन കണ്ടതിൽ ചായ കൊണ്ട് വരുമ്പം പപ്പ ഇറങ്ങി ഇറങ്ങാൻ പറയും और चाय देकर बहन जब आती है तो पापा उसे देकर भी बोलता है तू भी निकल आ खेत में നീ ഇറങ്ങടി निकल आ सेवा के लिए പെങ്ങൾ പറയാൻ ഇറങ്ങണോ और बहन पूछती है आऊं मैं അപ്പൊ പപ്പ പറഞ്ഞു ആണെന്നും പെണ്ണെന്നൊന്നുമില്ല ഇറങ്ങിക്കോളാൻ പറയും अरे प्रभु पापा बोलता है बहन या भाई नहीं देखते मजदूर के लिए मजदूरी चाहिए ആളന്മാർക്ക് അടിമേല അടിച്ചിട്ടുണ്ട് വെച്ചിട്ടുണ്ട് और वहाँ पर क्या लिखा है wooden plank. और वहाँ पर एक लकड़ी टंगी है അത് വെച്ച കണ്ട നികത്തുന്ന ഒരു അടിമരം और उसी से हम खेत को उखाड़ते हैं പിന്നെ ചേട്ടനും ഞാൻ രണ്ട് സൈഡിൽ നിന്ന് കാളെ പൂട്ടും और मेरा बड़ा भाई एक तरफ मैं और दूसरी तरफ എന്റെ പെണ്ണ് അത് കഴിഞ്ഞ അടിമരത്തിന് മേളിലോട്ട് കയറി ഞങ്ങൾ നിർത്തും और मेरी बहन वो लकड़ी के ऊपर खड़ा रहता है ഞങ്ങൾ മൂന്ന് പേരും കൂടെ ആ കണ്ടത്തില് और हम तीनों खेत में അപ്പച്ചൻ ചിലപ്പോ സൈഡിൽ മാറി നിന്ന് നോക്കും और मेरे पापा साइड में होकर हमें निरीक्षण करता है MD MS MD MS എല്ലാം ഉള്ള ഞങ്ങൾ മൂന്ന് പേരും ഡോക്ടർമാരാ तीन लोग हम डॉक्टर हैं കണ്ടത്തിൽ ഇറങ്ങാൻ പറഞ്ഞ അന്നേരം ഇറങ്ങും और अगर पापा ने बोला खेत में निकल आओ तुरंत निकल आते हैं കാരണം പറഞ്ഞവനാരാണ് ഞങ്ങൾക്കറിയാം ഞങ്ങളുടെ क्योंकि അപ്പച്ചനാണ് अपने पापा की आवाज को हम पहचानते हैं ഹല്ലേലൂയ. Come on, somebody. അനേക ഡിഗ്രി പഠിച്ചു കഴിഞ്ഞാൽ ഉടനെ വേലയ്ക്ക് ഇറങ്ങാൻ ഒരു ബുദ്ധിമുട്ട് कुछ लोग तो कुछ पढ़ाई एक डिग्री मिलेगा तो सेवा के लिए वो दो बार सोचते हैं അന്നേരം സ്റ്റേജിന്റെ പുറകിൽ നിന്നുള്ള പ്രസംഗം മാത്രമേ ഉള്ളൂ और तब तो हम सेवा नहीं करते प्रचारी करते पुलपिट के पीछे खड़े होंगे ഒരു ദിവസം വീട്ടില് രാവിലെ 8 മണിക്ക് പറഞ്ഞു ഇന്ന് റബ്ബറിന്റെ ചോട്ടിലെല്ലാം ചാണകം ഇടാൻ പോകാന്ന് പറഞ്ഞു एक दिन सुबह 8 बजे हमसे बोला कि सारे जो रबर के जो पौधे हैं उसके जो जड़ में गोबर डालो तुम നാട്ടിൽ വളർന്ന നിങ്ങൾക്ക് എത്ര പേർക്ക് അനുഭവം ഉണ്ടെന്ന് അറിഞ്ഞൂടാ നാട്ടിൽ വളരാത്ത ഗൾഫിൽ വളർന്ന ഞാന് വലിയ കൃഷിക്കാരന്റെ വീട്ടിലാണ് വന്ന് വീണ और मैं आप लोग तो उस जगह से होंगे जहाँ पर किसानी जानते हैं मेरे बारे में कह रहा हूँ मैं गल्फ में पैदा हुआ और मुझे किसानी के बारे में इतना जानकारी है പറയുമായിരുന്നു और पापा मुझसे कहते थे എടാ റബ്ബറിന് വളമിടുമ്പോ और जब आप रबर गमों पर आप जब ये गोबर डालेगा നിന്റെ റബ്ബറിന് വളമെടുത്തെന്ന് ഓർത്തോണം याद रखना ये तुम्हारा रबर है तुम्हें फायदा मिलेगा उससे ये याद रखकर गोबर डालना നീ ഏതൊക്കെ ക്യാമലിന് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നോ ദൈവം ആ ക്യാമലെല്ലാം നിന്റേതാക്കാൻ പോവാ जिस ऊंट को तुम पानी पिलाते हो वो सारे ऊंट के झुंड को तुम्हारा हवाला कर देगा ഹല്ലേലൂയ ഹല്ലേലൂയ. ഹല്ലേലൂയ ഹല്ലേലൂയ. ഹല്ലേലൂയ ഹല്ലേലൂയ. റബ്ബയ്ക്ക് കഴിയായിരുന്നു അതിന്റെ ആ സത്യം रिबेका जानती थी उस रहस्य को ആ റബ്ബയ്ക്ക വേറെ ആരെയും വന്ന് വെള്ളം ഒഴിക്കാൻ നോക്കിയിരുന്നില്ല रिबेका किसी और को मजदूर करने के लिए इंतजार नहीं की ചില ദേവദാസന്മാർ നമ്മളോട് പറയാറുണ്ട് कुछ प्रभु के दास ऐसे हमसे कहते हैं പാസ്റ്ററെ എന്തെങ്കിലും ആവശ്യമുണ്ട് വിളിച്ചേക്കണമെന്ന് वो कहते हैं अगर कोई जरूरत हो तो मुझे बुला लेना അനുഭവത്തിൽ നിന്ന് ഞാൻ പഠിച്ചിട്ടുണ്ട് ആവശ്യമുള്ളവരെ ഉണ്ടെങ്കിൽ നമ്മൾ അവരെ സാധാരണ വിളിക്കത്തില്ല കാരണം നമ്മൾ ഓർക്കാറില്ല അവരുണ്ടെന്ന് हमें जब जरूरत के समय आते हैं वास्तव में हम इन लोगों के बारे में सोचते भी नहीं है നമ്മൾ വിളിക്കുന്നവരാ ചുറ്റുവട്ടത്തിൽ വട്ടം ചുറ്റി നിൽക്കുന്നത് അവരെയാ പിന്നെയും പിന്നെയും വിളിക്കുന്നത് हम उन लोगों की बुलाते हैं जो हमारे आसपास अटक के रहते हैं ഹല്ലേലൂയ ഹല്ലേലൂയ. ഹല്ലേലൂയ हालेलुया അച്ഛൻ എന്ന് പറഞ്ഞു तो मेरे पापा जी उस दिन कहा എടാ, ഇന്ന് ചാണകമാരിടാൻ പോ റബ്ബറിന് और रबर के पौधों पर हम गोबर डालने जा रहे हैं आज എന്നിട്ട് ആ കാലത്തൊക്കെ കേൾക്കാൻ വലിയ സങ്കടമായിരുന്നു और उस समय सुनते ही हम इतना डिप्रेस निराश हो जाते थे അപ്പൊ അപ്പച്ചൻ പറയുമായിരുന്നു और पापा जी कहता था എടാ ഇത് ഈ ചാണകം വാരി കൊടുത്താൽ अगर ये गोबर उस पौधे पर डाले അന്നേരം പറയുമായിരുന്നു उस समय पापा कहता था ഇത് കൂടെ ഇട്ട് കൊടുത്താൽ अगर ये गोबर डाले ഈ റബ്ബറിന് और ये रबर का दाम ഇത് റബ്ബറിന് ഒരു പലഹാരവും കാളയ്ക്ക് ഒരു ഉപകാരവും हालेलुया रबर का भी दो फायदे हैं റബ്ബറിന് ഒരു പലഹാരം रबर को खाने को कुछ मिलता है കാളയ്ക്ക് ഒരു ഉപകാരം और भैंस के लिए उसकी सवारी करना भी उसके लिए भी फायदा ഹല്ലേലൂയ हालेलुया ഹല്ലേലൂയ हालेलुया പക്ഷെ എനിക്ക് മനസ്സിലാവില്ല ഇതിന്റെ കാര്യങ്ങളൊന്നും लेकिन मुझे समझ में नहीं आया ये क्या कह रहा है അപ്പൊ അപ്പച്ചൻ പറഞ്ഞു എവിടെ രണ്ട് പിള്ളേരുകൾ अब तो उन्होंने बोला कि दोनों निकल आओ खेत में അപ്പോഴത്തേക്ക് ഈ ചാണകക്കുഴി ഉണ്ടല്ലോ നിങ്ങൾക്കറിയാം തൊഴുത്തിലെ ചാണകക്കുഴി और ये फ्रेश गोबर की जो गड्ढा है जहाँ पर गाय रहता ആ, है ഇത് നമ്മളെ കഴുകി ഇറക്കി മാസങ്ങളായിട്ടുള്ള ചാണകവേലയിനായിട്ട് ഇറക്കി കിടക്കുകയാണ് महीनों से भर के फ्रेश गोबर उस गड्ढे में है ഇന്ന് നിങ്ങളെ നോക്കുമ്പോ ഇതൊക്കെയാ കാണുന്നത് अब आज आप देख रहे हो सूट में आए हम ഈ ഡോക്ടറെ ചാണകത്തിൽ കൂടെ കയറി ഇറങ്ങിയതാ डॉक्टर उस गोबर के गड्ढे से गुजर के आया അതുകൊണ്ടാണ് വേലക്കിറങ്ങി ചാണകത്തിൽ ഇറങ്ങാൻ ആവശ്യം വരുമ്പോഴത്തേക്കും മടിക്കാതെ നിർത്താൻ വേണ്ടി ഇറങ്ങാൻ നിന്നും തരാം उस दिन की प्रशिक्षण के कारण सेवा के लिए सेवकाई में आज भी खूब निकलते हैं हम
ചെന്നു. और दोनों भाइयां उस खेत में चला गया. ഞാൻ നോക്കിയപ്പോ എന്റെ ചേട്ടന്റെ ജോലി, എടാ നീ ഇത് തൂമ്പെടുത്ത് വെട്ടിയിരുന്ന കൊട്ടയ്ക്കകത്ത്. और मेरा बड़ा भाई का काम ये था कि गोबर को काट के उस कटोरी में डालो. എന്റെ ജ്യേഷ്ഠൻ പാസ്റ്റർ ബിജുവിന്റെ അതേ ബാച്ചിൽ പഠിച്ചതാണ്. और पास्टर बिजू के साथ उसी बैच में पढ़ाई की ഇവിടെ थी. ചങ്ങനാശ്ശേരി എസ് ബി കോളേജില്. ये शनिवासरी एसबी कॉलेज में. ചേട്ടനാണെങ്കിൽ ഡോക്ടർ വെട്ടിയിരുന്നതാ. और डॉक्टर साहब गोबर फ्रेश कटोरी में डाल रहे हैं. ഈ ഡോക്ടറിന്റെ സൂട്ട് ഇട്ടുകൊണ്ടല്ല കട്ട് ചെയ്യുന്നത്. और जब वो काम कर रहा है डॉक्टर का सूट नहीं पहना हुआ है. അപ്പൊ പപ്പ പറയുമായിരുന്നു ആ കയ്യിലെടുത്തോണ്ട് വേണമെന്ന് പറയും. पापा कहते थे लुंगी पहन के आज काम कीजिए. ചിലപ്പം പോകുന്ന പോക്കിന്റെ കയ്യിൽ ഊരി പോവുകയും ചെയ്യും. और काम करते करते लुंगी भी निकल जाते हैं उस बीच में. കൃഷി ചെയ്തവൻ അറിയാം ഈ ചില കാര്യങ്ങൾ. ये खेती किया है तो आप ये सब जानते हैं. വേലക്കിരിക്കുമ്പോ ചില ഭംഗിയും അനുഭവങ്ങൾ വരും. और सेवा में भी ऐसे कुछ अनुभव आएंगे. അപ്പൊ ചില സേവിക്കുന്നതിന്റെ നടുക്ക് ചിലപ്പോ കൈ ഊരി പോയ നിന്ന് വന്നതാണ്. पिता की सेवा के समय पर कुछ समय हमारी लुंगी भी निकल जाता है. അന്നേരം നാണക്കെടാതെ പ്രയാസപ്പെടാതെ കർത്താവിന്റെ വേല അപ്പച്ചൻ വിളിച്ച വേല നല്ല വേലയാണെന്ന് മനസ്സിലാക്കണം. हालेलुया. उस समय समझना प्रभु की उस सेवा इज्जतदार सेवा है. വിളിച്ചവൻ വിശ്വസ്തനാണ്. और जो बुलाया है वो विश्वास योग्य है. വിളിച്ചവൻ വിശ്വസ്തനാണ്. बुलाया हुआ बंदे से विश्वास योग्य है. എന്റെ ചേട്ടനാണ് ഈ വെച്ച വെട്ടിയിട്ടാണ് കൊട്ടയ്ക്ക്. और मेरा बड़ा भाई फ्रेश गोबर वो बड़ी कटोरी में डाल रहा है. അന്നത്തെ കാലത്ത് ഈ റബ്ബർ കൊട്ടയല്ല. उस समय वो कटोरा वो रबर वाला नहीं था. അന്നത്തെ കാലത്ത് നെയ്ത കൊട്ടയാണ്. और उस समय की कटोरी में छेद था वो बैम्बू से बनी हुई ഈ थी. ചാണകം മേളിൽ നിന്ന് വെട്ടിയിടുമ്പോ ഉണങ്ങിയായിരിക്കുന്നത്. और जब वो ऊपर से डाला जाता है ऊपर वाला हिस्सा അത് താഴോട്ട് ഇറങ്ങുമ്പോ അതിൻ്റെതായ രസമല്ലാതാണ്. वो सूखा हुआ है लेकिन उसके नीचे वो गीला गीला गोबर गिरते हैं. അപ്പൊ ഇതങ്ങോട്ട് വെട്ടിയിട്ടിട്ട് हालेलुया. എന്റെ ചേട്ടന്റെ മകൻ ഇത് പൊക്കി എന്റെ തലയിലോട്ട് വെച്ച് और मेरे पापा और मेरा बड़ा भाई ये कटोरा जब भर जाते हैं गोबर के उठाकर मेरे सिर पे डाल देता है. അന്യനായതുകൊണ്ടൊന്നും പറയാനൊക്കത്തില്ലല്ലോ. मैं तो सबसे छोटा हूं तो कुछ बोल नहीं सकते. ഇവിടെ മിണ്ടിയാൽ അപ്പച്ചൻ്റെ എന്ന് കിട്ടും. अगर इलाज कुछ हो जाए पापा पीटेगा. ചേട്ടന്റെ മിണ്ടിയാൽ പുറത്തുനിന്ന് കിട്ടും. വീട്ടിൽ ചെന്ന് കിട്ടും. मेरे भाई से बोला तो घर पहुंच के मिलेगा. രണ്ടുപേരുടെ കയ്യിൽ കിട്ടുമെന്നുള്ള ഉറപ്പാണ്. तो ये तो निश्चय है कि दोनों से मार खाने वाला ചിലർ है. വേലയിൽ നിൽക്കുമ്പോ അതുപോലെ और सेवा में भी ऐसा है. അവിടെ നിന്ന് എന്തെങ്കിലും പറഞ്ഞ അപ്പച്ചന്റെ കയ്യിൽ കിട്ടും. अब कुछ कहा उस समय तो सेवा में पिता से मिलेगा कुछ तुम्हें. ചേട്ടന്മാരായ സീനിയർ മാസ്റ്റർമാരോട് വീട്ടിൽ നിന്ന് പറഞ്ഞാൽ തിരിച്ചു വീട്ടിൽ ചെല്ലുമ്പോ കിട്ടും. और सीनियर पास्टर से कुछ कहा तो घर जाकर अपनी स्थानीय कली से जाएंगे तो कुछ मिलेगा तुम्हें. ഇവിടെ ഒക്കത്തില്ല അവിടെ ഒക്കത്തില്ല. यहाँ भी कुछ नहीं होगा वहाँ भी नहीं होगा. മിണ്ടാതിരുന്ന് ഈ ബാംബുയുടെ കൊട്ടയെടുത്ത് തലയിലോട്ട് വെച്ചു. मैं उस गोबर की गीली बड़ी कटोरा मेरे सर पे रखा था. ആ തലയിൽ വെച്ചിട്ട് ഓരോ റബ്ബർ മരത്തിന്റെ ചോട്ടിലോട്ട് ചെന്ന് ചാണകം और ഇടുക. एक एक पौधे के नीचे जाकर ये गीला गोबर डालता था. അപ്പൊ ഞാൻ ഓർത്തു और उस समय मैंने सोचा പഠിപ്പുള്ളതുകൊണ്ടൊന്നും കാര്യമില്ല. और पढ़ा लिखा होने से कुछ फायदा नहीं ഈ है. അപ്പച്ചന്റെ വീട്ടിലാ വന്നു വീണേ. और ये पप्पा से पैदा हुआ ना इस परिवार में जन्मा. എന്റെ അപ്പച്ചൻ ഒരു ദൈനികനായിരുന്നു. और मेरा पिता एक परमेश्वर का दास था. ഒരു ദിവസം പോലും കുടുംബ പ്രാർത്ഥനയില്ലാത്ത ദിവസങ്ങളില്ലായിരുന്നു. एक भी दिन बिना पारिवारिक प्रार्थना से नहीं गुजरते. രാത്രിയാവുമ്പോൾ പ്രാർത്ഥിക്കുവാനും രാവിലെ കാലങ്ങളിൽ പറയുന്ന ജോലി ചെയ്യാനും പഠിപ്പിച്ചു. और उन्होंने हमें सिखाया कि रात को दुआ करें और सुबह बात जो कहता है वो माने. ഇതുകൊണ്ട് ഓരോ റബ്ബറിന്റെ ചോട്ടിലോട്ട് ഇടുമ്പോൾ और जब मैं एक एक पौधे के नीचे ये गोबर डालता था അപ്പൊ നേരം കഴിഞ്ഞപ്പോ ഇത് താഴോട്ട് ഇങ്ങനെ കുഴിയിൽ താഴോട്ട് വെട്ടിക്കൊണ്ട് തുടങ്ങിയപ്പോഴത്തേക്കും और जब हम लोग इस गोबर के गड्ढे में को निकाल देते गोबर ഈ ചാണകത്തിന്റെ കൂടെ അതിന്റെ ചില രസങ്ങളായി. और जब ये उठाकर मेरे सर में रखा उस गीली गोबर की जूस मेरे सर पे गिरने लगे बहने लगे. ദൈവം എന്നെ പച്ചപ്പിലേക്ക് നടത്താൻ തുടങ്ങി. और प्रभु मुझे हरे हरे चराइयों में तब ले गया. हालेलुया हालेलुया. हरे हरे चराइयों में ये मेरे परमेश्वर मुझे लेके जाने शुरू और कर दिया. हरे हरे चराइयों में परमेश्वर मुझे लेके गया. हालेलुया हालेलुया. यीशु है सच्चा यीशु है सच्चा नजरिया. उसके हम खेले हैं. उसके हम भेदे हैं. हरे चराइयों में हरे चराइयों में हमें चलाता है. हमें वो चलाता है. प्रश्न ये है कि ये चराइयों में आप जाएगा कि नहीं. और the question is will you laborers go and do such a work. കർത്താവ് നമ്മളെ ആ വേലയ്ക്ക് വിട്ടാൽ നമ്മൾ പോകുമോ? क्या प्रभु ऐसे काम के लिए भेजेगा तो क्या हम जाएंगे. എനിക്ക് സൗത്ത് ഇന്ത്യ മതി, നോർത്ത് ഇന്ത്യ വേണ്ട. कुछ लोग बोलते हैं दक्षिण भारत भी अच्छा है उत्तर नहीं. എനിക്ക് ഗ്രാമം വേണ്ട, ബൈബിൾ കോളേജ് മതി. और मुझे गांव में नहीं जाना है कॉलेज जाना है शहर പക്ഷെ में. അനുവാദമല്ല ചോദിക്കുന്നത്, പരിശുദ്ധാത്മാവ് വിടുന്നിടത്തെല്ലാം പോകണം. और प्रभु पवित्र आत्मा जहाँ भी भेजते हैं वहाँ जाने के लिए तैयार हो വേറെ जाए. ദീർഘടി വരെ പോകണം. और जब तक काम खत्म होंगे तब तक मेहनत करना. അമ്പിച്ചാൻ പോയി. और ये तब भी चला गया है. അപ്പ
അപ്പച്ചൻ ഇപ്പോഴും ഉണ്ട്. और प्रभु परमेश्वर भी अभी भी है। അപ്പച്ചനൊന്നും പോയിട്ടില്ല. प्रभु परमेश्वर अभी भी है। ഇപ്പോഴും ഉണ്ട്. स्वर्गीय पिता अभी भी हमारे साथ है। ഹല്ലേലൂയ. हालेलुया। ഈ ചാണകങ്ങളുടെ തലവെക്കും. और ये गोबर की कटोरा उठाकर सर पे रखता था। ഇതെല്ലാം കൂടെ ഒഴുകി മുഖത്തും വായിക്കാത്തൊക്കെ അങ്ങ് വീഴും. और चलते चलते ये जूस मेरे मुंह से और नाक से निकलता था। അപ്പോഴത്തേക്കും ഇത് വായി വരുമ്പോഴത്തേക്ക് എനിക്ക് ഈ ചീച്ചയാ. और जब इसकी स्मेल आता था मुझे ये कहना लगता है। പക്ഷെ നിർത്താൻ ഒക്കത്തില്ലായിരുന്നു. लेकिन काम रोक नहीं सकते। എന്നെ സ്നേഹിക്കുന്ന ഒരു അപ്പച്ചനുണ്ടെന്ന് എനിക്കറിയായിരുന്നു. और मैं जानता था मुझे प्रेम करने वाला पिता पीछे है। എന്നോട് അപ്പച്ചൻ പറഞ്ഞായിരുന്നു, और पापा मुझसे बोलता था ആ വേലക്കാരൻ ദിവസവും ദിവസം കൂലി കൊടുത്ത് വീട്ടിൽ പോകും. और जो मजदूर मेरे खेत में आता है पैसे देकर शाम को वो घर जाता है। പക്ഷേ ഈ ഇൻഹെറിറ്റൻസ് എല്ലാം നിനക്കാണെന്ന് ഓർത്തോണം. लेकिन ये पूरा खेत तुम्हारा है, याद रखना। ഹല്ലേലൂയ. हालेलुया। നിങ്ങളെ കർത്താവിന്റെ വേലയിൽ നിന്നാൽ अगर तुम विश्वास योग्यता से प्रभु की सेवा में रहे, രണ്ട് ടൈപ്പിലെ കൂലി വേലക്കാരുണ്ട്. दो तरीके के सेवक हैं। കൂലിക്ക് ചെയ്യുന്ന വേലക്കാരും मजदूरी की सेवक നമ്മുടെ അപ്പച്ചന്റെ ഒരിടാന്ന് വിചാരിച്ച് ചെയ്യുന്ന और വേലക്കാരും. पिता के संतान के होते हुए सेवक। അപ്പച്ചന്റെ ഒരിടാന്ന് വിചാരിച്ച് ചെയ്യുന്നവർ അവർക്ക് സ്വർഗത്തിൽ ചെല്ലുമ്പോൾ അവർക്ക് ഭൂമിയും അവർക്ക് അനുഗ്രഹങ്ങളും അവർക്ക് ഈ ദേശത്ത് ഈ ലോകത്ത് നഷ്ടപ്പെട്ടെല്ലാം 100 മടങ്ങിൽ മേരി സ്വർഗത്തിൽ അപ്പച്ചനെ പങ്കു വെച്ചിട്ടുണ്ട്. पिता के संतान जब सेवा करता है उनके लिए प्रतिफल इस जमाने में और आने वाले युग में भी है। ഹല്ലേലൂയ. हालेलुया। എന്തോന്ന് നാണം. हमें अपने ही खेत काम में काम करने के लिए क्या मजदूरी की जरूरत है? ഹല്ലേലൂയ. हालेलुया। ഇന്ന് കൂലി ഇല്ലേലും अगर मजदूरी नहीं मिले तो भी അവിടെ ചെല്ലുമ്പോൾ നമുക്കൊരു ഓഹരിയുണ്ട്. जब वहाँ पहुंचेंगे हमारे लिए एक मिरास है। ഹല്ലേലൂയ. हालेलुया। കൂലി വേലക്കാർക്കൊക്കെ വീട്ടിൽ പോകാം. मजदूरों को घर जा सकते हैं। മക്കൾക്കെല്ലാം നിന്ന് വേല ചെയ്യാം. हालेलुया। बेटे संतान परिवार मिलके रहकर सेवा करेंगे। ഹല്ലേലൂയ. हालेलुया। ഹല്ലേലൂയ. हालेलुया। അന്നും ഞങ്ങൾ വീട്ടിൽ മലയാളമല്ല ആഷ്പൂഷ പറഞ്ഞുകൊണ്ടിരുന്നത്. उस समय भी घर पे मलयालम नहीं बोलते थे, हम इंग्लिश ही बोलते ഞാൻ थे। സ്കൂളിൽ മലയാളം പഠിച്ചിട്ടില്ല. मैं स्कूल में मलयालम पढ़ाई नहीं की। മലയാളം എഴുതാനും വായിക്കാനും അറിഞ്ഞൂടാ. मलयालम ना तो पढ़ सकता ना तो लिख सकता പക്ഷെ हूँ। മലയാളം കേട്ടാൽ മനസ്സിലാവും. ഇറങ്ങിയിടാ പിള്ളേരെ എന്ന്. और अगर मलयालम सुनो तो हम समझते हैं, जब पापा कहते हैं निकला मलयालम में तो हम समझते हैं। ചാടി എഴുന്നേക്കും കട്ടിലിൽ നിന്ന്. कूद के बिस्तर से निकलते हैं हम सेवा पे। വർഷം 19 കഴിഞ്ഞു. और 19 साल खत्म हो गया। അതിനുശേഷം ഇന്നും എന്റെ ഭാര്യ ചോദിക്കും എന്തിനാ ഈ കട്ടിലിൽ നിന്ന് ചാടി എഴുന്നേക്കുന്നതെന്ന്. आज भी मेरे पत्नी सुबह से पूछते हैं कि बिस्तर से कूद के क्यों निकलते हो? കൊച്ചിലത്തെ ശീലം മരിക്കുന്നവരെ കാണണമെന്നാണ് എന്റെ ആഗ്രഹം. बचपन की अनुशासन मरते दम तक बना रखना है मुझे। ഹല്ലേലൂയ. हालेलुया। പൗലോസ് പറഞ്ഞത് 8 മണിക്കൂർ ജോലി ചെയ്ത് വീട്ടിൽ പോയെന്നല്ല. फ्रेंड पौलुस ने ये नहीं कहा कि 8 घंटे काम करो और बाकी घर जाओ तुम आराम करो। 8 മണിക്കൂറിന്റെ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസ് ജോലിക്കല്ല വന്നത്. हाँ, हम लोग को 8 घंटे की एडमिनिस्ट्रेटिव प्रबंध करने वाला सेवा के लिए नहीं आया। പൗലോസ് പറഞ്ഞ രാവും പകലും ഇല്ലാതെ വേല ചെയ്തെന്നാണ്. हम लोग को मेहनत की है दिन रात। हालेलुया। എന്താണെന്നറിയോ, ബിസിനസ്സുകാരന് വേണ്ടി ജോലി ചെയ്യുന്നവർ 8 മണിക്കൂർ ജോലി ചെയ്യും. बिजनेस व्यापार में जब काम करते हैं 8 घंटे। ബിസിനസ്സുകാരന് വേണ്ടി ജോലി ചെയ്യുന്നവര് बिजनेस के मजदूर लोग उनके लिए 8 घंटे काम करते हैं। പക്ഷെ ബിസിനസ്സുകാരന് 8 മണിക്കൂറൊന്നുമില്ല. बिजनेस को करने वाले को 8 घंटा नहीं पूरा दिन निकल जाता है। ഹല്ലേലൂയ. हालेलुया। അപ്പച്ചന്റെ വിളി കേട്ട് ഇറങ്ങിയവരാണ്. और हम लोग तो पिता के आवाज सुनकर सेवा में आया है। നമ്മൾ 8 മണിക്കൂറിന് വേണ്ടി അല്ല വന്നത്. हम 8 घंटे की सेवा के लिए नहीं आया നമ്മൾ है। ആത്മാക്കൾക്ക് വേണ്ടിയാണ് വന്നത്. और हम तो काम पूरा होने के लिए आए നമ്മൾ हैं। ആത്മാക്കൾക്ക് വേണ്ടിയാണ് വന്നത്. हम आत्मा के लिए आए हैं। ആത്മാക്കൾ എന്ന് വരെ ഉണ്ടോ അന്ന് നമ്മൾ വേല ചെയ്യും. जब तक आत्माएं हैं चारों ओर तब तक हम सेवा का ही लागू रहेगा। ഹല്ലേലൂയ. हालेलुया। അപ്പച്ചന്റെ വിളി എന്ന് വരെ ഉണ്ടോ അന്ന് വരെ വേല ചെയ്യും. जब तक प्रभु की बुलाहट हमारे ऊपर है तब तक हम सेवा करेंगे। പേര് വിളിച്ച് തിരിച്ചു പോകുന്ന വരെ വേല ചെയ്യും. जब तक हमारे नाम पुकारा नहीं जाए तब तक सेवा करेंगे। ഹല്ലേലൂയ. हालेलुया। ഹല്ലേലൂയ. हालेलुया। അതാണ് maturity. वो है परिपक्वता। ക്രിസ്തുവിനോളം വളരുവാൻ मसीह की आकार तक बढ़ना। അപ്പച്ചൻ പഠിപ്പിച്ച ചില കാര്യങ്ങൾ ഇന്നും വേലയിൽ ഞാൻ കാണത്തില്ല. मेरे पिता ने कहा तेरे बच्चों के नाम पर ये जमीन देना चाहता അന്ന് हूं। ഞാൻ ഓർത്തു അച്ഛനോട് പറഞ്ഞ കാര്യം. और तब मैंने याद किया അമ്മ അച്ഛനോട് പറഞ്ഞ കാര്യം. वो जो बात वो पादरी से उस दिन पापा ने कहा, ഇവര് മക്കളാ, ये मेरे संतान है। ഇവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയാണ് ഇതെല്ലാം ജോലി ചെയ്യുന്നത്. ये खेती में जिसमें वो मजदूर कर रहे हैं वो उन्हीं को मिल जाएगा बाद में। പക്ഷെ അപ്പച്ചനുള്ളതെല്ലാം അടുത്ത തലമുറയ്ക്ക്. और जो पिता के मिरास है आगे की पीढ़ी को मिलेगा। അപ്പച്ചൻ പറഞ്ഞപ്പോ ഞാൻ അന്ന് ഓർത്തത് ഈ പുരത്തെ കുറിച്ചല്ല. अब जब उन्होंने उस समय ये कहा तो मैंने इस खेती के बारे में नहीं सोचा। എന്റെ അപ്പച്ചൻ ഇത് പറഞ്ഞപ്പോ ഞാൻ സ്വർഗത്തിലെ ദൈവത്തിന്റെ നിക്ഷേപത്തെ കുറിച്ചാണ് ഞാൻ അവിടെ നിന്ന് मैंने उस समय स्वर्गीय पिता का वो मिरास के बारे में मैंने
सोचा ഈ ഭൂമിയിലുള്ള അപ്പച്ചൻ ഇനി കുറച്ച് കണ്ടവും കരയും മാത്രമേ തരാൻ കഴിയത്തുള്ളൂ. मेरे पिता इस धरती पर छोटी सी दो बीघा का जमीन दे सकता है। സ്വർഗ്ഗത്തിലെ അപ്പച്ചൻ നമുക്ക് നമ്മൾ ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അധികമായി തരുന്ന ഒരു സ്വർഗ്ഗത്തിലെ അപ്പച്ചൻ നമുക്കുണ്ട്. मेरे स्वर्गीय पिता सपने से बाहर ऊपर देने वाला पिता है। ഹല്ലേലൂയ, हालेलुया, ഹല്ലേലൂയ, हालेलुया, ഹല്ലേലൂയ. हालेलुया। ഇന്നും എന്റെ അപ്പച്ചനുണ്ട്. आज भी मेरा पिता जिंदा है 90 വയസ്സോളമായി. और 90 साल के हैं वो। എന്നെ ഇന്ന് വിളിച്ചു ചോദിക്കുന്ന അപ്പച്ചന്റെ പുരയത്തെ കുറിച്ചല്ല. आज वो जब कॉल करते हैं मुझे जमीन खेती के बारे में नहीं पूछता वो। എന്നെ വിളിച്ചു ചോദിക്കുന്ന ആദ്യം എവിടെ മോനെ വേല എങ്ങനെ നടക്കുന്നു ചോദിക്കും. आज मुझे ये पूछता है कि सेवकाई कैसा चल रहा है। കർത്താവിന് വേണ്ടി നീ ശോഭിച്ച കർത്താവിനെ അനേകരെ കർത്താവിനെ കൊണ്ടിരുന്നുണ്ടോ എന്ന് ചോദിക്കും. मैं ये चाहता हूँ वो पिता कह रहा है कि प्रभु के लिए तू उपयोगी हो और प्रभु बहुतों को प्रभु के राज्य में ले आए। കഴിഞ്ഞ മാസം ഞങ്ങൾ ഒരു ബൈബിൾ കെട്ടിടം കെട്ടിക്കൊണ്ടിരിക്കുകയായിരുന്നു. और जब पिछले महीने एक इमारत की जो बना रहे थे हम, 90 വയസ്സുള്ള അപ്പച്ചൻ അതുവഴിയൊക്കെ വന്ന് നോക്കി ഇതെല്ലാം കൂടെ ഒന്ന് നോക്കിയിട്ടൊക്കെ ഒന്ന് പോയി സന്തോഷിച്ചു. 90 साल के मेरे पिता हमारी चर्च की बिल्डिंग की कंस्ट्रक्शन देखने के लिए उस बीच में आकर निरीक्षण करके वो चला गया। അപ്പോൾ പറയാറുണ്ട് എന്റെ പുരടം നോക്കാൻ അറിയാമെങ്കിൽ പിന്നെ നിന്റെ സ്വർഗത്തിലെ അപ്പച്ചന്റെ പുരടം നിനക്ക് നോക്കാൻ അറിയാവടാന്ന് പറഞ്ഞു. और उन्होंने कहा कि अगर तुम मेरी शारीरिक पिता की जो धरती खेती देख सकते हो तो परमेश्वर पिता की मिरास का अच्छा देखभाल करोगे। ഹല്ലേലൂയ. हालेलुया। ഈ വേലക്കാർക്ക് പവർ ഉണ്ടായിരുന്നു.